അമൽ തേനമ്പറമ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അമൽ ഉള്ളത് ഈ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ്. അമൽ, ഈ AR ക്യാമ്പും ജനറൽ ആശുപത്രിയും തമ്മിൽ എത്ര ദൂരമുണ്ട്? മാധ്യമങ്ങൾ നിരന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആളുകളുമുണ്ട്, പോലീസിന്റെ വിന്യാസവുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനുള്ള സാഹചര്യം ഇപ്പോഴും പോലീസ് മുന്നിൽ കാണുകയാണ്. രാഹുലിനൊപ്പം എന്തായാലും പോലീസ് അകമ്പടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു കേസിൽ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവരുമ്പോൾ, വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള പോലീസ് സന്നാഹത്തിന് അപ്പുറത്തേക്കുള്ള പോലീസ് ഉണ്ടാകും എന്നുറപ്പാണ്. അത് ഇവിടെ ഇപ്പോൾ 2 പോലീസ് വാഹനങ്ങളിലായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാക്കി ക്രമീകരണങ്ങളെല്ലാം ഇവിടെ സജ്ജമാണ്. നേരത്തെ തന്നെ ആശുപത്രി അധികൃതരോട് വൈദ്യപരിശോധനയ്ക്കായി രാഹുലിനെ ഇവിടേക്ക് എത്തിക്കും എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതിനാൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തയ്യാറാണ്. ആശുപത്രിയിൽ തിരക്കുണ്ട് എങ്കിൽ പോലും ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, കാര്യമായി തിരക്കില്ല. മറ്റാരെങ്കിലുമൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ തന്നെ രാഹുൽ എത്തുന്ന സമയത്ത് അവിടെയെല്ലാം ക്ലിയർ ചെയ്ത് നൽകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അധികം സമയം ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല. വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ കോടതിയിലേക്ക്, മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം ആശുപത്രി അധികൃതർക്ക് അന്വേഷണ സംഘം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. 2 വഴിയാണ്. ഒന്ന് ഈ വഴി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ തൊട്ടപ്പുറം കാണുന്ന മറ്റൊരു വഴി കൂടിയുണ്ട്. അതിലേപ്പോൾ സാധാരണ നിലയിൽ ആശുപത്രിയുടെ മുൻഭാഗത്ത് ചില പണി നടക്കുന്നതിനാൽ അതിലേക്കൂടി സാധാരണ നിലയിൽ വാഹനങ്ങൾ കടന്നു വരുന്നില്ല. പക്ഷേ പോലീസ് അകമ്പടിയോടെ വരുന്ന ഒരു വാഹനമായതിനാൽ, പ്രത്യേകിച്ച് ഒരു പ്രത്യേക സാഹചര്യമായതിനാൽ ഒരുപക്ഷെ അതുവഴിയും കടന്നു വന്നേക്കാം. നമുക്കിപ്പോൾ മുന്നിൽ കാണാൻ കഴിയുന്നത് ഇവിടെ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. യുവമോർച്ച പ്രവർത്തകരുണ്ട്, അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരുണ്ട്. നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ആളുകളുടെ കയ്യിൽ കൊടിയും മറ്റുമൊക്കെ അവരുടെ കയ്യിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ കൈവശം കൊടിയുണ്ട്, കറുത്ത കൊടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവരെ ആ മാസ്ക് വെച്ച് നിൽക്കുന്ന ആളുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന 2 ആളുകളുണ്ട്. ആ 2 ആളുകളുടെ കയ്യിലും കൊടി ഉണ്ട്. അവർ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയും നമ്മളിപ്പോൾ മുന്നിൽ കാണുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ രാഹുൽ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നു, മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ജാഗ്രത അവർ തുടരുന്നുമുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട പ്രവർത്തകർക്കൊപ്പം 2-3 പ്രവർത്തകർ കൂടി എത്തുകയാണ്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡിവൈഎഫ്ഐക്കാർ കൂടി എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഡിവൈഎഫ്ഐക്കാരുടെ രാഹുൽ മാങ്കുട്ടത്തിലിനെ കൊണ്ട് അന്വേഷണ സംഘം എത്തുകയാണ്. രാഹുൽ മാങ്കുട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കുട്ടത്തിലിനെ എത്തിച്ചിട്ടുണ്ട്. 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മെയിൻ എൻട്രൻസ് ആണോ? ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു ആര്യ. ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധിക്കുകയാണ്. രാഹുലിനെ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നേരത്തെ നമ്മൾ പുറത്ത് കണ്ടിരുന്ന ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിയ ആളുകളാണെന്ന് വിചാരിച്ച ആളുകൾ പോലും രാഹുലിന്റെ വാഹനം ഇവിടേക്ക് എത്തുമ്പോൾ പോക്കറ്റിലും അതോടൊപ്പം തന്നെ അല്ലാതെയും സൂക്ഷിച്ചിരുന്ന കൊടികളടക്കം പുറത്തേക്ക് എടുത്തുകൊണ്ട് അവരിപ്പോൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. രാഹുലിന്റെ വാഹനം ഒരടി മുന്നോട്ട് നീങ്ങണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തകരെ, ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും യുവമോർച്ച പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് മാറ്റിയാണ് രാഹുലുമായുള്ള വാഹനം ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്. പോലീസിന്റെ വിന്യാസം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ പിടിച്ചു മാറ്റി വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അടക്കം മാറ്റി ഇപ്പോൾ പോലീസ് വാഹനം എന്ന് പറയുമ്പോൾ പോലീസ് വാഹന വ്യൂഹമാണ്. നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട വാഹനങ്ങളുണ്ട്. അങ്ങനെ 3-4 പോലീസ് വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആശുപത്രിക്കകത്തേക്ക് രാഹുലിനെ കയറ്റാൻ കഴിയാത്ത അവസ്ഥ, രാഹുൽ വന്ന വാഹനത്തിൽ നിന്നും രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുന്നു. രാഹുൽ ഇപ്പോഴും വാഹനത്തിനകത്ത് ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും വാഹനത്തിന് മുന്നിൽ നിന്നും മാറുന്നില്ല. അവർ മാറിയാൽ മാത്രം ഈ രാഹുലിനെ പുറത്തേക്ക് ഇറക്കാമെന്നുള്ളതാണ്. ആശുപത്രിക്ക് തൊട്ട് മുന്നിലേക്ക്, ഇവിടെ കാഷ്വാലിറ്റിക്ക് തൊട്ട് മുന്നിലേക്ക് വാഹനം എത്തുകയാണ്. രാഹുലിനെ പരിശോധനയ്ക്ക് കയറ്റേണ്ട സ്ഥലം എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ്.
അവിടേക്ക് രാഹുലിനെ കയറ്റണമെങ്കിൽ ഈ പ്രവർത്തകരെ മാറ്റണം. രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രാഹുലിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണെങ്കിലും രാഹുലിന് സുരക്ഷിതത്വം ഒരുക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതിനാൽ തന്നെയാണ് പോലീസ് അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്നത്. കൂടുതൽ പോലീസുകാർ തൊട്ട് പിന്നിൽ വന്ന പോലീസ് വാനിലുണ്ടായിരുന്ന കൂടുതൽ പോലീസുകാർ ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പോലീസുകാർ കൂടി ഇവിടേക്ക് എത്തുകയാണ്. അവർ കൂടി ഇവിടേക്ക് എത്തി ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. ഓരോരുത്തരെയായി മാറ്റുകയാണ്. അപ്പോഴും കൂടുതൽ ആളുകൾ കൊടിയുമായി ഇവിടേക്ക് എത്തി ശക്തമായ പ്രതിഷേധം തന്നെ രാഹുലിന് മുന്നിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ്.